അൺഅക്കാഡമി കേരള PSC +2 ലെവൽ യൂണിഫോം പോസ്റ്റുകളായ സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു എ 90-day കോഴ്സ് ഓൺ 12th ലെവൽ യൂണിഫോം പോസ്റ്റ്. 90 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ യൂണിഫോം പോസ്റ്റിൽ ഒരു ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. 12th ലെവൽ യൂണിഫോം പോസ്റ്റിൻ്റെ സിലബസ് മുഴുവനും അൺഅക്കാഡമിയുടെ വെരിഫൈഡ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ കവർ ചെയ്യുന്നു. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, നാച്ചുറൽ സയൻസ് ഹാജ മുഹമ്മദ്, കോൺസ്റ്റിറ്റ്യൂഷൻ രാജേഷ് SR, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ റീജ S, ഫിസിക്കൽ സയൻസ് സിജി ബിജു, മാത്സ് ജോസുകുട്ടി, ഫാക്ട്സ് അബൌട്ട് കേരള നിഖിൽ നാഥ്. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28-ാം തീയതി ആരംഭിക്കുന്ന ഈ പുതിയ ബാച്ച് കോഴ്സിൽ നിങ്ങൾ എല്ലാവരും തന്നെ മറക്കാതെ ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LDCയിലെ 22ാമത്തെ ദിവസ പരീക്ഷയാണിന്ന്. ക്വസ്റ്റ്യൻ പേപ്പറും ടോപ്പിക്കും ചേർത്ത് 20 മാർക്കിൻ്റെ പരീക്ഷയാണ്. ആദ്യമേ ഓർപ്പിക്കുന്നു, ചോദ്യം വായിച്ച് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അശ്രദ്ധ കൊണ്ട് നെഗറ്റീവ് അടിക്കുകയും ചെയ്യരുത്. ഇന്നലെ അടിച്ച നെഗറ്റീവ് ഇന്ന് അടിക്കരുത് എന്നൊരു വാശിയോടുകൂടെ പരീക്ഷ എഴുതുക. ചോദ്യം 1. കേരളത്തിൽ ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ചുമതലയുള്ളത് രജിസ്ട്രേഷൻ വകുപ്പ്, വില്ലേജ് ഓഫീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യ വകുപ്പ്. 2. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃക വാർത്താ പദ്ധതി, ഉച്ചഭക്ഷണ പരിപാടി, സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. 3. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ആറ്റിങ്ങൽ, കൊല്ലം, പേട്ട, പട്ടം. 4. ആദികാവ്യം എന്നറിയപ്പെടുന്നത് മഹാഭാരതം, ഉപനിഷത്ത്, രാമായണം, യജുർവേദം. 5. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം യുറേനിയം, തോറിയം, സീഷ്യം, പൊളോണിയം. 6. അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണം, പ്രകീർണനം, ഇന്റർഫറൻസ്, ടിൻഡൽ പ്രഭാവം. 7. പവറിന്റെ യൂണിറ്റ് അല്ലാത്തതേത്? ജൂൾ പെർ കിലോഗ്രാം, ജൂൾ പെർ സെക്കൻഡ്, HP, വാട്ട്. 8. തിരുക്കുറൾ രചിച്ചത് ആരാണ്? ഇളങ്കോവടികൾ, ഭരതമുനി, കാളിദാസൻ, തിരുവള്ളുവർ. 9. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന ഏത്? നാറ്റോ, സീറ്റോ, UNO, സാർക്ക്. 10. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം 1978, 1988, 2014, 2016. 11. താഴെ പറയുന്നവയിൽ ഈച്ച പരത്തുന്ന രോഗത്തിന് ഉദാഹരണം? മന്ത്, മഞ്ഞപ്പിത്തം, വയറിളക്കം, ക്ഷയം. 12. സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്തത് ആര്? ലൂയി പാസ്റ്റർ, ആനന്ദ് മോഹൻ ചക്രവർത്തി, എഡ്വേർഡ് ജെന്നർ, ആന്റണി വാൻ ല്യൂ വാൻ ഹോക്ക്. 13. വായുവിലൂടെ പകരുന്ന രോഗം അല്ലാത്തതേത്? ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ചെങ്കണ്ണ്. 14. ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി എത്ര? 11.2 മീറ്റർ പെർ സെക്കൻഡ്, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്, 11.6 മീറ്റർ പെർ സെക്കൻഡ്, 11.2 കിലോമീറ്റർ പെർ അവർ. 15. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം. 16. ഭൗമഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ ഗ്രഹം? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. 17. ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത് ഏത് 2 ഗ്രഹങ്ങൾക്കിടയിലാണ്? ചൊവ്വ, വ്യാഴം, ഭൂമി, ചൊവ്വ, ശുക്രൻ, ഭൂമി, ബുധൻ, ശുക്രൻ. 18. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം? യൂറോപ്പ, കാലിസ്റ്റോ, അയോ, ഗാനിമീഡ്. 19. സാന്ദ്രത കൂടിയ ഗ്രഹം? വ്യാഴം, ഭൂമി, ചൊവ്വ, ശുക്രൻ. 20. ബ്ലാക്ക് മൂൺ എന്നറിയപ്പെടുന്നത്? ഡീമോസ്, ഫോബോസ്, യൂറോപ്പ, കാലിസ്റ്റോ. ഇത്രയാണ് 20 ചോദ്യങ്ങൾ. 20 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 1. കേരളത്തിൽ ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ചുമതലയുള്ളത്? ഓപ്ഷൻ സി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. 2. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃക? ഓപ്ഷൻ എ, വർധ പദ്ധതി. 3. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഓപ്ഷൻ ഡി, പട്ടം. 4. ആദികാവ്യം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി, രാമായണം. 5. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം? ഓപ്ഷൻ ബി, തോറിയം. 6. അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം? ഓപ്ഷൻ ബി, പ്രകീർണനം. 7. പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ജൂൾ പെർ കിലോഗ്രാം. 8. തിരുക്കുറൾ
രചിച്ചത് ഓപ്ഷൻ ഡി തിരുവള്ളുവർ. 9 ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന ഓപ്ഷൻ സി UNO. 10 ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം ഓപ്ഷൻ ബി 1988. 11 താഴെ പറയുന്നവയിൽ ഈച്ച പരത്തുന്ന രോഗത്തിന് ഉദാഹരണം ഓപ്ഷൻ സി വയറിളക്കം. 12 സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്തത് ആര്? ഓപ്ഷൻ ബി ആനന്ദ് മോഹൻ ചക്രവർത്തി. 13 വായുവിലൂടെ പകരുന്ന രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ചെങ്കണ്ണ്. 14 ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി എത്ര? ഓപ്ഷൻ ബി 11.2 km/s. 15 തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ചൊവ്വ. 16 ഭൗമഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ ഗ്രഹം ഓപ്ഷൻ സി ഭൂമി. 17 ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത് ഓപ്ഷൻ എ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. 18 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഓപ്ഷൻ ഡി കാനമീഡ്. 19 സാന്ദ്രത കൂടിയ ഗ്രഹം ഓപ്ഷൻ ബി ഭൂമി. 20 ബ്ലാക്ക് മൂൺ എന്നറിയപ്പെടുന്നത് ഫോബോസ്. ഓപ്ഷൻ ബി ഫോബോസ്. അപ്പോൾ ഇത്രയാണ് 20 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. നെഗറ്റീവ് മാർക്ക് നോക്കിയിട്ട് നെഗറ്റീവ് മാർക്ക് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത് നാളെ പഠിക്കാനുള്ളത് സോളാർ സിസ്റ്റത്തിൽ 2 ലെസണാണ്. ഇവിടെ 3 എന്ന് കൊടുത്താണ്, ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലെസണാണ് ഇനി അതിൽ ബാക്കിയുള്ളത്. ആ 2 ലെസൺ എന്ത് ചെയ്യുക? സോളാർ സിസ്റ്റത്തിൽ നോക്കുക. കൂടാതെ ഒരു ലെസൺ എവിടെ നിന്ന് എടുക്കുക? ഹിസ്റ്ററി ക്യാപ്സൂൾസ് എന്ന് പറയുന്ന കോഴ്സ് എടുക്കുക. അതിലത്തെ 1ാമത്തെ ലെസൺ ഇൻട്രൊഡക്ഷൻ ആണ്. 2ാമത്തെ ലെസൺ ഗ്ലോറിയസ് റവല്യൂഷൻ, മഹത്തായ വിപ്ലവം, ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം എന്നൊക്കെ പറയുന്ന ആ ഒരു വിപ്ലവം എന്ത് ചെയ്യുക? നാളത്തേക്ക് നോക്കുക. ഹിസ്റ്ററി ക്യാപ്സൂൾസ് എൻ്റെ പ്രൊഫൈൽ എടുക്കുക. എൻ്റെ പ്രൊഫൈൽ ഫ്രീ കോഴ്സസ് എടുക്കുക. അതിൽ ഹിസ്റ്ററി ക്യാപ്സൂൾസ് എന്ന് പറയുന്ന കോഴ്സ്, ആ കോഴ്സിൽ 2ാമത്തെ ലെസൺ അതാണ് ഗ്ലോറിയസ് റവല്യൂഷൻ. അപ്പോൾ അതും കൂടെ പഠിക്കുക. അപ്പോൾ ഇത് സോളാർ സിസ്റ്റം 2 ലെസൺ, ഒരു ഹിസ്റ്ററി ക്യാപ്സൂൾസിൽ ഒരെണ്ണം, ക്വസ്റ്റ്യൻ പേപ്പർ, സയൻസിൽ അടുത്ത ലെസൺ. മലയാളം ഇംഗ്ലീഷ് വേർഡ് ഇന്നത്തേക്ക് ഇടാൻ മറന്നു പോയതാണ്. കാരണം ഇന്നൊരു യാത്രയിലായിട്ട് ഇപ്പോൾ വന്നപ്പോഴാണ് ഓർമ്മ കിട്ടുന്നത്. അപ്പോൾ ഇനി ഇപ്പോഴൊരു കാര്യമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നാളത്തേക്ക് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും നാളത്തേക്ക് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത ശേഷം നാളെ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിൽ വീണ്ടും കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.